സംസ്ഥാനത്ത് 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അത് എവിടേക്കാണ് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നത്: പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ മഴ മുന്നറിയിപ്പുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി നോക്കിക്കോളൂ. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അപ്പോൾ കാലവർഷത്തിന് മുന്നോടിയായി പെയ്യുന്ന മഴയാണ് കേരളത്തിൽ ലഭിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ കാലവർഷം കേരളത്തിൽ പെയ്തു തുടങ്ങും. കേരളക്കരയാകെ മഴയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മലയോര മേഖലകളിൽ ജാഗ്രത വേണം. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ശക്തിയായി കാറ്റ് വീശാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണയും കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫും മഴയുടെ വിവരങ്ങളുമായും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരികൃഷ്ണ, ഗുഡ് മോർണിംഗ്. മഴ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കാലവർഷം ഇതാ ഇങ്ങെത്തി. പക്ഷേ ഇത് കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്, അല്ലേ? എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നത്, ഹരി? അതെ, കാലവർഷത്തിന് മുന്നോടിയായി നമുക്ക് ലഭിക്കുന്ന മഴയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അനുസരിച്ച് 26-ാം തീയതി, അതായത് നാളെ കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കാലവർഷം എത്തി എന്ന് കേരള തീരത്ത് കാലവർഷം എത്തി എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ പ്രഖ്യാപിക്കാൻ കഴിയൂ. നമുക്ക് ആ പ്രവചിച്ചിരിക്കുന്ന ദിവസത്തിന് തൊട്ട് മുമ്പ് ലഭിക്കുന്ന 2-3 ദിവസം അടുപ്പിച്ച് ലഭിക്കുന്ന മഴ, അതിൻ്റെ കണക്കുകളൊക്കെ നോക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാലവർഷം എത്തി എന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ നാളെ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ 26-ാം തീയതി, അല്ലെങ്കിൽ 4 ദിവസം മുന്നോ 4 ദിവസം ശേഷമോ. അപ്പോൾ 4 ദിവസം മുന്നേ എന്തായാലും ഇനി ആവില്ല. അപ്പോൾ നാളെയോ അത് കഴിഞ്ഞുള്ള 4 ദിവസത്തിനുള്ളിൽ ഏത് ദിവസമോ കേരളത്തിൽ കാലവർഷം എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരും. ഇപ്പോൾ അടുത്ത മാസം സ്വാഭാവികമായിട്ടും ഈ അവരുടെ പ്രവചനം അനുസരിച്ച് കാലവർഷം തുടക്കത്തിൽ ദുർബലമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രവചനമുണ്ട്. അങ്ങനെയാണെങ്കിൽ മഴയുടെ ശക്തി കുറച്ച് കുറവായിരിക്കും. എങ്കിലും മലയോര മേഖലകളിലൊക്കെ നല്ല മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വേനൽ മഴ സജീവമായി നമുക്ക് ലഭിച്ചു. അടുത്ത 2-3 ദിവസം കൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് പ്രവചനമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഒപ്പം ഈ മത്സ്യത്തൊഴിലാളികൾ അതീവ ശ്രദ്ധ വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം കേരള തീരത്തൊക്കെ വലിയ തിരമാലയ്ക്കൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. കടലിൽ പോകരുത്. 28-ാം തീയതി വരെ മത്സ്യബന്ധനത്തിനായി കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്ന് കടലിൽ പോകരുത് എന്നുള്ള അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ശരി ഹരി, മഴയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൊച്ചിയിൽ നിന്ന് അങ്ങനെ ഒരു വാർത്തയും വരുന്നുണ്ട്. ഒരു ആൽമരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണ എന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, ഈ ആൽമരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണ് വാഹനങ്ങൾക്കോ ആളുകൾക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിയോ? വിശദ വിവരങ്ങൾ എന്താണ് പ്രദീപ്? പുതിയ ആലുവ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള വലിയ ആൽമരത്തിൻ്റെ കൊമ്പാണ് അടർന്ന് വീണത്. എന്തായിരുന്നാലും ആളുകളൊന്നും തന്നെ വഴിയിലില്ലാത്തൊരു സമയത്തായിരുന്നു. കൊമ്പ് മുറിച്ചു മാറ്റാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. യാത്രക്കാരും വാഹനങ്ങളും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഒരു അപകടമുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അതേസമയം എറണാകുളം ജില്ലയിൽ ഇന്നും നാളെയും മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. യാതൊരു കാരണവശാലും നദികളിൽ കുളിക്കാൻ ഇറങ്ങരുത്, നദികൾ മുറിച്ച് കടക്കരുത്. പ്രത്യേകിച്ച് അവധിക്കാലം കൂടിയാണ്. കുട്ടികൾ കളിക്കാനും മറ്റും വേണ്ടി പുഴയിൽ ഏറെ ഇറങ്ങുന്നൊരു സമയമാണ്. അതൊക്കെ ഒഴിവാക്കണം. കൂടാതെ വിനോദയാത്രാ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോഴും അങ്ങേയറ്റം ശ്രദ്ധ വേണമെന്ന് ജില്ലാ ഭരണകൂടം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലകളിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ മണ്ണിടിച്ചിലിന്, ഉരുൾപൊട്ടലിന് ഒക്കെയുള്ള സാധ്യത ഉണ്ടാവാം. അതുകൊണ്ട് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഇന്നലെ അരൂരിൽ, എറണാകുളം ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയായ അരൂരിൽ ഇടിമിന്നലേറ്റ് ഒരാൾ മരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ജില്ലയിൽ ഒരിടത്തും തന്നെ രാവിലെ മഴ പെയ്യുന്നില്ല. കഴിഞ്ഞ രാത്രി ഏതാണ്ട് എല്ലാ മേഖലയിലും തന്നെ മഴയുണ്ടായിരുന്നു. സാമാന്യം ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇന്ന് പുലർച്ചെ മുതൽ ഇതേവരെ മഴ ലഭിച്ചിട്ടില്ല. ഇടയ്ക്ക് തെളിഞ്ഞ എന്നാൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് എറണാകുളം ജില്ലയുടെ നഗരത്തിലും വിവിധ മേഖലകളിലുമുള്ളത്. അങ്കമാലി, കോതമംഗലം, കൂത്താട്ടുകുളം ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയിലും ഏതാണ്ട് സമാനമായ കാലാവസ്ഥയാണ് നിലവിലുള്ളത്. ഒരിടത്തും തന്നെ മഴ പെയ്യുന്നില്ല. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം തിരുവനന്തപുരത്തു നിന്നും TS ഹരീഷിനെയും വിവരങ്ങൾ നൽകി.